ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ ബഹളത്തിനിടെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ ഒക്ടോബർ 6 വീണ്ടും ചേരും. പരിസ്ഥിതിക്ക് അനുയോജ്യമായ തരം വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ESG നയത്തിന് അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭ. കേരള മീഡിയ അക്കാദമി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. എയ്ഡഡ് മേഖലയിലെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റുകളുടെ ആശങ്കകൾ പരിഹരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. ICC വനിതാ ഏകദിന ലോകകപ്പിന് ഗുവാഹട്ടിയിൽ തുടക്കം. ആദ്യ മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ ബഹളത്തിനിടയിൽ നിയമനിർമ്മാണ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാഹുൽ ഗാന്ധിക്കെതിരായ TV പരിപാടിയിലെ പരാമർശം അടിയന്തര പ്രമേയമായി ഉന്നയിക്കാൻ അനുമതി നിഷേധിച്ചതിന് എതിരെയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. പ്രതിപക്ഷത്തു നിന്നും സണ്ണി ജോസഫാണ് പ്രമേയത്തിന് അനുമതി തേടിയത്. സ്പീക്കറുടെ ഡയസിലേക്ക് മുദ്രാവാക്യം വിളികളും പ്ലക്കാർഡുകളുമായി കയറാൻ പ്രതിപക്ഷം ശ്രമിച്ചെങ്കിലും വാച്ച് ആൻഡ് വാർഡ് തടയുകയായിരുന്നു. പ്രതിപക്ഷ ബഹളത്തിനിടെ PSC ഭേദഗതി ബിൽ, ഏക കിടപ്പാടം സംരക്ഷണ ബിൽ, വ്യവസായ ഏകജാലക ക്ലിയറൻസ് ഭേദഗതി ബിൽ എന്നിവ സഭ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു. ഒക്ടോബർ 6 നിയമസഭ വീണ്ടും ചേരുക. വ്യവസായ സംരംഭക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ESG നയത്തിന് അംഗീകാരം നൽകുന്ന ആദ്യ സംസ്ഥാനമായി കേരളം. പരിസ്ഥിതിക്ക് അനുയോജ്യവും സമൂഹത്തെ പരിഗണിക്കുന്നതുമായ വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് നയം നടപ്പാക്കുന്നത്. ESG തത്വങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ നികുതി ഇളവ്, സബ്സിഡി എന്നിവ ഉറപ്പാക്കും. വയനാട് ടൌൺഷിപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അഡ്വാൻസ് പേയ്മെന്റ് ഗ്യാരണ്ടി വ്യവസ്ഥ ഒഴിവാക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. കേരള മീഡിയ അക്കാദമി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ ഉദ്ഘാടനം ചെയ്തു. മീഡിയ അക്കാദമിയുടെ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം ആഫ്രിക്കൻ മാധ്യമപ്രവർത്തക മറിയം ഔഡ്രോഗോയ്ക്ക് മുഖ്യമന്ത്രി സമ്മാനിച്ചു. ഇന്ത്യൻ മീഡിയ പേഴ്സൺ പുരസ്കാരങ്ങൾ പ്രമുഖ മാധ്യമപ്രവർത്തകരായ കരൺ ഥാപ്പറും രാജീവ് സർദേശായിയും മുഖ്യമന്ത്രിയിൽ നിന്ന് സ്വീകരിച്ചു. വ്യാഴാഴ്ച വരെ നീളുന്ന മാധ്യമോത്സവത്തിന്റെ ഭാഗമായി മൾട്ടിമീഡിയ ഫോട്ടോ പ്രദർശനം, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ശില്പശാല, മാധ്യമ ക്വിസ് മത്സരം എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഭിന്നശേഷി സംവരണ നിയമനവുമായി ബന്ധപ്പെട്ട് ചില മാനേജ്മെന്റുകൾ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുതെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സുപ്രീംകോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധികൾ നടപ്പിലാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടു പോകില്ലെന്നും ഒഴിവുകൾ ബോധപൂർവം റിപ്പോർട്ട് ചെയ്യാത്ത മാനേജ്മെന്റുകൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. എയ്ഡഡ് മേഖലയിലെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾക്കുൾപ്പെടെയുള്ള ആശങ്കകൾ പരിഹരിക്കുമെന്നും ശ്രീ വി ശിവൻകുട്ടി വ്യക്തമാക്കി. പ്രശ്നപരിഹാരത്തിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ നിയോഗിച്ചിട്ടുള്ള സമിതികൾ 2 ആഴ്ചയ്ക്കുള്ളിൽ സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ശബരിമല ക്ഷേത്രത്തിലെ എല്ലാ വിലപിടിപ്പുള്ള വസ്തുക്കളുടെയും മൂല്യം നിർണ്ണയിക്കുന്നതിനായി മുൻ ഹൈക്കോടതി ജഡ്ജി KT ശങ്കരനെ ചുമതലപ്പെടുത്തി കേരള ഹൈക്കോടതി. സ്ട്രോങ് റൂമിലെ എല്ലാ വസ്തുക്കളുടെയും, തിരുവാഭരണ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്നവയുടെയും, സ്വർണം പൊതിഞ്ഞ വസ്തുക്കളുടെയും സമഗ്രമായ വിലയിരുത്തൽ വിദഗ്ധ സഹായത്തോടെ നടത്താനാണ് കോടതി നിർദ്ദേശം. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. പൂജയെടുപ്പിനു ശേഷം മറ്റന്നാൾ നടക്കുന്ന വിദ്യാരംഭ ചടങ്ങിനുള്ള തയ്യാറെടുപ്പുകളും പൂർത്തിയായി വരികയാണ്. തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ കുട്ടികളെ എഴുത്തിനിരുത്താനുള്ള ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ്. വീടുകൾ, കച്ചവട സ്ഥാപനങ്ങൾ, തൊഴിൽ കേന്ദ്രങ്ങൾ, ഗ്രന്ഥശാലകൾ എന്നിവിടങ്ങളിൽ പുസ്തകങ്ങളുടെ പൂജവയ്പ്പിനൊപ്പം മഹാനവമി ദിനമായ നാളെ ആയുധപൂജയും ഉണ്ടാകും. കോട്ടയ്ക്കകം നവരാത്രി മണ്ഡപം, ആര്യശാല ഭഗവതി ക്ഷേത്രം, ചെന്തിട്ട ക്ഷേത്രം, ആറ്റുകാൽ ക്ഷേത്രം, കരിക്കകം ക്ഷേത്രം, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വ്യാസന്റെ നട എന്നിവിടങ്ങളെല്ലാം പൂജവയ്പ് ആഘോഷത്തിലാണ്. ക്ഷേത്രങ്ങളിൽ മേൽശാന്തിമാർ, തന്ത്രിമാർ എന്നിവരും അധ്യാപകർ, കലാകാരന്മാർ ഉൾപ്പെടെയുള്ളവരും വിജയദശമി ദിനത്തിൽ വിദ്യാരംഭത്തിന് നേതൃത്വം നൽകും. സംഗീതം, കലകൾ, ചിത്രരചന എന്നിവയ്ക്കും മറ്റന്നാൾ തുടക്കമാകും. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലും പൂജവയ്പ് ചടങ്ങുകൾ ഇന്ന് നടന്നു. സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ ഒക്ടോബർ 14 വരെ പേര് ചേർക്കാം. കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടർമാർക്കും പുതുതായി പേര് ചേർക്കുന്നവർക്കും സവിശേഷ തിരിച്ചറിയൽ നമ്പർ നൽകും. അന്തിമ വോട്ടർ പട്ടിക ഒക്ടോബർ 25 പ്രസിദ്ധീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം മറന്നുള്ള ഐക്യമാണ് രാജ്യത്തിന്റെ വിജയമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. പന്തളം നഗരസഭ നിർമ്മിച്ച മുനിസിപ്പൽ ബസ് ടെർമിനൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2047ഓടെ വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി എല്ലാവരും തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്നും മന്ത്രി പറഞ്ഞു. പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കിയ കേന്ദ്ര സർക്കാർ 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ രാജ്യത്ത് ആധുനികവും സമഗ്രവുമായ വിദ്യാഭ്യാസ സമ്പ്രദായം ഉറപ്പുവരുത്തിയതിനെക്കുറിച്ചാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ ഇന്ന്. 21ാം നൂറ്റാണ്ടിന്റെ ഇന്ത്യയുടെ ആവശ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതായിരുന്നു 2020 ജൂണിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ദേശീയ വിദ്യാഭ്യാസ നയം. എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസത്തിനായി തുല്യ അവസരം പ്രദാനം ചെയ്യുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. समान शिक्षा का मतलब है स्थान, वर्ग, क्षेत्र के कारण बच्चे शिक्षा से वंचित न रहे. इसलिए नेशनल एजुकेशन पॉलिसी का विजन ये है, हर वर्ग में युवाओं को एक जैसा अवसर मिले. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. വിപുലമായ പരിപാടികളാണ് 2 ആഴ്ച നീളുന്ന ക്യാമ്പയിന്റെ ഭാഗമായി നടന്നുവരുന്നത്. സ്വച്ഛതാ ഹി സേവയോടനുബന്ധിച്ച് ആകാശവാണി പരിസരത്ത് വൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിക്കുന്ന ചടങ്ങും ഇന്ന് നടന്നു. സംസ്ഥാന ടൂറിസം വകുപ്പ് നടത്തുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മറ്റന്നാൾ കണ്ണൂരിൽ. അഞ്ചരക്കണ്ടി പുഴയിൽ മുഴപ്പിലങ്ങാട് കടവിന് സമീപമാണ് മത്സരം. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. പ്രാദേശിക ടൂറിസം മേഖലയുടെ ഉണർവിനായി സംസ്ഥാനത്തെ 14 കേന്ദ്രങ്ങളിലായി നടക്കുന്ന മത്സരത്തിന്റെ ഭാഗമാണ് കണ്ണൂരിലെ ജലമേള. മമ്മാക്കുന്ന് പാലത്തിന് സമീപത്തു നിന്ന് മുഴപ്പിലങ്ങാട് കടുവരെയുള്ള അഞ്ചരക്കണ്ടിപ്പുഴയിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കാണ് ജലമേള നടക്കുക. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 15 ജലരാജാക്കന്മാർ മത്സരത്തിൽ പങ്കെടുക്കും. 1ാം സ്ഥാനം കരസ്ഥമാക്കുന്ന ടീമിന് 1.5 ലക്ഷം രൂപയും 2ാം സ്ഥാനം നേടുന്ന ടീമിന് 1 ലക്ഷം രൂപയും 3ാം സ്ഥാനക്കാർക്ക് 50,000 രൂപയുമാണ് സമ്മാനത്തുകയായി നൽകുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ മിലിറ്ററി നഴ്സിംഗ് സർവീസസിന്റെ 100ാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് പാങ്ങോട് മിലിറ്ററി ആശുപത്രിയിൽ നാളെ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. 1925 ഒക്ടോബർ 1 തുടക്കം കുറിച്ച ഇന്ത്യൻ മിലിറ്ററി നഴ്സിംഗ് സർവീസ് നിലവിൽ സായുധ സേന മെഡിക്കൽ സർവീസസിന്റെ ഭാഗമാണ്. സൈനികരുടെയും കുടുംബാംഗങ്ങളുടെയും ആരോഗ്യ പരിചരണത്തിന് മികച്ച സംഭാവനകൾ നൽകിയ അഭിമാനവുമായാണ് ഇന്ത്യൻ മിലിറ്ററി നഴ്സിംഗ് സർവീസ് നാളെ 100ാം സ്ഥാപക ദിനം ആഘോഷിക്കുന്നത്. ICC വനിതാ ഏകദിന ലോകകപ്പിന് ഗുവാഹട്ടിയിൽ തുടക്കം. ആദ്യ മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയെ നേരിടുന്നു. ടോസ് നേടിയ ശ്രീലങ്ക ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. മഴ നിയമപ്രകാരം കളി 48 ഓവറായി ചുരുക്കി. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 31 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 154 റൺസ് എന്ന നിലയിലാണ്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ 2ാം സീസണിന് മറ്റന്നാൾ കോഴിക്കോട് EMS സ്റ്റേഡിയത്തിൽ കിക്ക് ഓഫ്. രാത്രി 8 നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ നിലവിലെ നേതാക്കളായ കാലിക്കറ്റ് FC 2ാം സ്ഥാനക്കാരായ ഫോഴ്സ കൊച്ചിയെ നേരിടും. 2.5 മാസത്തോളം നീണ്ടുനിൽക്കുന്ന ലീഗിൽ ഫൈനൽ അടക്കം 33 മത്സരങ്ങളാണുള്ളത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 97 പോയിന്റ് താഴ്ന്ന് 80,267ലും നിഫ്റ്റി 23 പോയിന്റ് നഷ്ടത്തിൽ 24,611ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ റെക്കോർഡ് വർധന. പവന് 86,120 രൂപയും ഗ്രാമിന് 10,765 രൂപയുമാണ് ഇന്നത്തെ നിരക്ക്. ഇതാദ്യമായാണ് പവന് 86,000 രൂപ കടക്കുന്നത്. നാളെ ലോക വയോജന ദിനം. ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരസഭ മാനവീയം വീഥിയിൽ വയോജന സൌഹൃദ സാംസ്കാരിക ഇടനാഴിയും നയനാർ പാർക്കിൽ വയോജന സഹായ കേന്ദ്രവും ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ ബഹളത്തിനിടെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ ഒക്ടോബർ 6 വീണ്ടും ചേരും. പരിസ്ഥിതിക്ക് അനുയോജ്യമായ തരം വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ESG നയത്തിന് അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭ. കേരള മീഡിയ അക്കാദമി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. എയ്ഡഡ് മേഖലയിലെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റുകളുടെ ആശങ്കകൾ പരിഹരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. ICC വനിതാ ഏകദിന ലോകകപ്പിന് ഗുവാഹട്ടിയിൽ തുടക്കം. ആദ്യ മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയെ നേരിടുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.